സാധാരണയായി ഞങ്ങൾ കൂടുതൽ വിദേശ രാജ്യങ്ങൾ, ഏകദേശം ഒരു 55ഓളം വിദേശ രാജ്യങ്ങൾ പോകുമ്പോഴെല്ലാം ഈ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, എന്തുകൊണ്ട് നമുക്ക് ദുബായിൽ ഒന്ന് കാണിച്ചുകൂടാന്ന്. അപ്പൊ അത് ഗ്രാൻമ സംഘടനയും അതിന്റെ സംഘാടകരും ചേർന്നുകൊണ്ട് അതിന് വേദി ഒരുക്കിയിരിക്കുകയാണ്. അപ്പൊ എല്ലാ സമയങ്ങളിലും ഈ എയർപോർട്ടിൽ ഇറങ്ങി മാറി ട്രാൻസിറ്റ് പോകുമ്പോൾ എപ്പോഴും ഓർക്കാറുള്ളതാണ്. അത് സഫലമായി, അത് അതിയായ സന്തോഷമുണ്ട്. മലയാളികളുടെ അഭിമാനമായ തോൽപ്പാവക്കൂത്ത് മീശമാധവൻ സിനിമയിലൂടെയും മാത്രമല്ല ദശാവതാരം എന്ന സിനിമയിലൂടെയും മാത്രമേ കണ്ടിരിക്കാൻ സാധ്യതയുള്ളൂ. ഈ തോൽപ്പാവക്കൂത്ത് സിനിമയുടെ ആദ്യ രൂപമാണ്. കേരളത്തിന്റെ IFFKയുടെ ലോഗോ, ആ ലോഗോ സൃഷ്ടിച്ച് ചെയ്യുവാനുള്ള ഒരു ഭാഗ്യം കൂടി ഞങ്ങൾക്ക് ഉണ്ടാവുകയുണ്ടായി. മാത്രമല്ല സിനിമയുടെ ആദ്യ രൂപവും അതുപോലത്തെ എനിമേഷന്റെ ആദ്യ രൂപം കൂടിയാണ് ഈ തോൽപ്പാവക്കൂത്ത്. ഭാരതത്തിലെ ആദ്യത്തെ സിനിമയായിട്ട് രാജാ ഹരിചന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിട്ടുള്ളത് തോൽപ്പാവക്കൂത്ത് മഹാരാഷ്ട്രയിലുള്ള തോൽപ്പാവക്കൂത്ത് കണ്ടുകൊണ്ടാണ്. ഈ ലോകത്തിലെ ആദ്യ സിനിമയാണ് ദി ട്രെയിൻ എന്ന സിനിമയാണ്. അതും ആദ്യ ഫ്രാൻസിലുള്ള ആ തോൽപ്പാവക്കൂത്ത് കണ്ടുകൊണ്ട് അതിൽ നിന്നുണ്ടായതാണ്. ഏതായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നേരിട്ട് തോൽപ്പാവക്കൂത്ത് കേരളീയം. സാധാരണയായി ഞങ്ങൾ ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമായൊക്കെ മധ്യ കേരളത്തിൽ പാലക്കാട്, തൃശൂർ, മലപ്പുറം ഈ 3 ജില്ലകളിലുമായി 85ഓളം ഭദ്രകാളി കാവുകളിൽ ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമായി കൊണ്ടാടി വരുന്ന ഈ പാവക്കൂത്ത് അതിന് വ്യത്യസ്തമായി ഗാന്ധി കഥയും യേശുദേവന്റെ കഥയും അറബി കഥകളും പഞ്ചതന്ത്രം കഥകളും അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്ന കേരളത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, കേരളത്തിന്റെ ഉൽപ്പത്തിയും അതുപോലെ തന്നെ കേരള ചരിത്രം, എല്ലാ വിഷയങ്ങളും അടങ്ങുന്ന ഒരു തോൽപ്പാവക്കൂത്തിന്റെ അവതരണമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യമായി ഞങ്ങൾ ആചാരം അനുഷ്ഠാനത്തിന്റെ ഭാഗമായി ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആദ്യം ഒരു പ്രയർ ഉണ്ടായിരിക്കും. അപ്പൊ ആ സ്തുതിയോടുകൂടി ഞങ്ങൾ തോൽപ്പാവക്കൂത്ത് ആരംഭിക്കുന്നു. നന്ദി, നമസ്കാരം. തിരുമുഖവൻ ഗണപതി കൂറ്റമാനവറുറയും ഗണപതി കുംഭുശേഖര മുടയ ഗണപതി കുമാരൻ ഗണപതിയേ. തം തന്നൈ താനായി താനായി താതന്നൈ താനായി താനായി തം തന്നൈ താനായി താനായി താതന്നൈ താനായി താനായി തം തന്നൈ താനതന്നേ.
കമ്പക്കടകരി മുഖവാഗണപതി കാഖാഗന്ധരി കുമ്പിട്ടരുളിയ ചാചാജന്ധന്യ അരിയോട വിപുരിയപ്പം തരുവേൻ കാഖാഗന്ധന്ന തന്നിട്ടടിമല വെച്ചിത തൊഴുതേ കാഖാഗന്ധന്ന പക്ഷം പലകനി പത്തും തരുവേൻ പാപ്പാപം ഭന്ന ഉദവിയ ഗണപതി യരലാവശാസഹരക്ഷ അമൃത ഭാരതി കൈരളി നമോസ്തുതേ കൈരളി ദൈവത്തിന്റെ സ്വന്തം നാട്. ഐതിഹ്യ പെരുമയിൽ പരശുരാമൻ മഴുവെറിഞ്ഞു നേടിയ പുണ്യഭൂമി. ഹരിതാപമായ ഈ സ്വപ്നഭൂമിയിൽ ഒരു ജന്മം കൂടി കൊതിക്കാത്തവരായി ആരുമില്ല. കേളികേട്ട കൈരളിയുടെ അകത്തളങ്ങളിലെ കേരളീയം ചരിത്രത്തിലാദ്യമായി തോൽപ്പാവക്കൂത്തിലൂടെ സംഗീത ശൈലിയിൽ കേരളീയം തോൽപ്പാവക്കൂത്ത്. ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ധരണി ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി ചേര പുരാതന പാവന ചരിതേ
ഇടനാടും തീരപ്രദേശവും ഒത്തിണങ്ങിയ സസ്യശ്യാമളമായ പ്രകൃതി സൗന്ദര്യം മുറ്റിനിൽക്കുന്ന മലയാള നാട്. സഹ്യപർവ്വതത്തിനും അറബിക്കടലിനുമിടയിലെ പുണ്യസൈകൾ, മഹനീയവും മഹത്തരവുമായ സാംസ്കാരിക ചരിത്രമുറങ്ങുന്ന മണ്ണ്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. കരടും മിഴിയും കവർന്നു മിന്നി കറയച്ചോരാലസൽ ഗ്രാമഭംഗി. കരടും മിഴിയും കവർന്നു മിന്നി കരയച്ചോരാലസൽ ഗ്രാമഭംഗി. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തെരുതേരെ പൂമഴയായി പിന്നെ. തിരുതിരെ പൂമഴയായി പിന്നെ. നമ്മുടെ അടിസ്ഥാന സംസ്കാരം കാർഷിക പ്രധാനമാണ്. അധ്വാനത്തിന്റെ ഭാരമിറക്കാൻ നാം പാടിയ പാട്ടുകളിലെല്ലാം കേരള പഴമയുടെ സവിശേഷതകൾ ലയിച്ചു നിൽക്കുന്നു. മണ്ണിൽ മുളച്ച് വിയർപ്പിന്റെ സംസ്കാര പരിമളം പരത്തുന്ന 100ഓളം കൃഷിപ്പാട്ടുകൾ നമ്മുടെ സംസ്കാരത്തിൽ ലയിച്ചു കിടക്കുന്നു. മനുഷ്യ മനസ്സുകൾ തമ്മിലുണ്ടായ സ്നേഹ സംഗീതത്തിന്റെ സ്വരം നമുക്ക് ഈ പാട്ടുകളിൽ കേൾക്കാം. തന്നാനേ താനാ ദിന തന്നാനം താനാ. 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 ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്ക. സായന്തന സൂര്യൻ സാഗരത്തിൽ അസ്തമിച്ചാൽ സർവാഭരണ വിഭൂഷിതയായ ദേവിക്ക് മുന്നിൽ സർവവും മറന്ന് സർഗസഭരി എന്ന പോൽ സംഗീതത്തിന്റെയും സംസാരത്തിന്റെയും അകമ്പടിയിൽ നൃത്തമാണ്. നിഴലുകളുടെ നൃത്തം. ഭൂലോകത്തിലെ മനുഷ്യകുലത്തോളം പഴക്കവും പാരമ്പര്യവും ധനുമാസത്തിന്റെ കുളിരിൽ പൂത്തുലഞ്ഞ തിരുവാതിരയും മണവാട്ടിച്ചമയത്തിന്റെ ഇശലിൽ വിരിഞ്ഞ വസന്തവും കളിവിളക്കിന് ചുറ്റും വട്ടത്തിൽ പാടിക്കളിച്ച മാർഗം കളിയും ഈ തിരുമുറ്റത്തിൽ തന്നെയായിരുന്നു. മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലത്തിൽ, കായികാധ്വാനത്തിന്റെ മന്ദസ്മിതത്തിൽ ഈ ഈണവും താളമാധുരിയും
ജാതിഭേദമെന്നേ നാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ആദിമ സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നം ആദ്യം വിടർന്നത് ഇവിടെയാണ്. വർഗവർണ്ണ ഭേദമില്ലാതെ മനുഷ്യരെല്ലാരും ഒന്നുപോലെയായിരുന്ന ഒരു കാലമുണ്ടായിരുന്നത്രേ ഇവിടെ. സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവും സമത്വസുന്ദരവുമായ ഒരു കാലഘട്ടത്തെ നെഞ്ചിലേറ്റി ലാളിക്കുന്ന ഒരു ജനത ഇവിടെ ചരിത്രത്തോടൊപ്പം നിൽക്കുന്നു. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാൻ. ഭരണാധികാരികളായിരുന്ന രാജാക്കന്മാരൊക്കെ കവികളെയും കലാകാരന്മാരെയും നിർലോഭം പ്രോത്സാഹിപ്പിച്ച മണ്ണ്, കുചേലനെ കുബേരനാക്കിയ ശാശ്വത സങ്കല്പങ്ങളുടെ വിളനിലം.